ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ വെറുതെ റൂമിൽ കുത്തിരിക്കണ ഞായറാഴ്ച ദിവസം. അപ്പോൾ നമ്മൾ ബർദുബായി പോകാൻ പോകണം. അപ്പോൾ മെട്രോ എത്തി, മെട്രോ കയറി ഇനി പോകാൻ പോകണം. അപ്പോൾ ബർദുബായി എത്തി. ബർദുബായിൽ നിന്ന് മെട്രോ ഇറങ്ങി നേരെ പുറത്തോട്ട് വന്ന്, അപ്പോൾ പുറത്തുള്ളൊരു കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത്. അവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ബർദുബായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടത്തിൻ്റെ അവിടേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ മെട്രോൻ്റെ അവിടെ ഇറങ്ങിയിട്ടാണ്. അപ്പോൾ എല്ലാവരും വന്ന് നിൽക്കുന്നതാണ്, ജോലി കഴിഞ്ഞിട്ടൊക്കെ വന്ന് റിലാക്സ് ചെയ്യാനൊക്കെ വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതാണ് ബർദുബായിലെ ബസ് സ്റ്റേഷൻ. അപ്പോൾ ഇതൊക്കെ കണ്ടിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നിന്ന്, ഞാൻ ആദ്യമായിട്ടോ ഇവിടെ പോകണത്. അപ്പോൾ ഇതൊക്കെ കണ്ടൊക്കെ കുറച്ച് നേരം ഇങ്ങനെ നിന്ന്, കുറച്ച് നേരമൊക്കെ അതിനൊക്കെ ചുറ്റിയും പറ്റി നിന്നു. ചുറ്റിപ്പറ്റി നിന്നിട്ട് എന്താണ് അങ്ങോട്ട് പോയപ്പോൾ ബർദുബായിൽ എത്തി. ബർദുബായി എത്തിയപ്പോൾ വെറും നേപ്പാളീസാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഞായറാഴ്ച ഭയങ്കര ഹോലിൻ്റെ മാറ്റില്ല ദിവസമാണെന്ന് തോന്നുന്നു. പെരും തിരക്ക്. എന്ത് തിരക്കാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. എവിടെ നോക്കിയാലും നേപ്പാളികൾ തന്നെ ഉള്ളൂ കാര്യമായിട്ട്. അവിടെ നോക്കി നോക്കുമ്പോൾ കുറേ ബോട്ട് യാത്രക്കാരും അതൊക്കെ കണ്ടു. കുറച്ച് നേരം നല്ല രസത്തിലൊക്കെ നിന്ന് ഞങ്ങൾ തിരിച്ചു പോകാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ നമ്മൾ സംഭവമൊക്കെ അടിപൊളിയായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൺസെറ്റും കിട്ടി. സൺസെറ്റൊക്കെ നല്ല അടിപൊളിയായിരുന്നു. കാരണം എന്താ വെച്ചാൽ കുറച്ച് നേരം നിന്ന് കാണാൻ പറ്റിയിരുന്നു. ആൾക്കാർ ഈ സൺസെറ്റിൻ്റെ അവിടെ ഫോട്ടോ എടുക്കുന്ന ആൾക്കാരും എല്ലാം ഉണ്ട്. ബോട്ട് യാത്രയിൽ പോകാനുള്ള ആൾക്കാരൊക്കെ കണ്ടു. അപ്പോൾ നോക്കുമ്പോൾ വേറൊരു അത്ഭുതം കണ്ടു. ഒരാളൊരു പരിന്തിരിയും പിടിച്ചും കൊണ്ട് ഇങ്ങനെ നിൽക്കലുണ്ട്. അങ്ങനെ കുറച്ച് നേരം ആ സ്ട്രീറ്റിൽ കൂടി അങ്ങനെ നടന്നപ്പോൾ കുറച്ച് നേരം ബോട്ടിൻ്റെ ഇതൊക്കെ കണ്ടു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്ത് തരണം കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ ഇതാണ് സൺസെറ്റ് കുറച്ച് ലോങ്ങൊന്നും കൊടുത്ത് കണ്ടു കുറച്ച് നേരം. അപ്പോഴാണ് നോക്കുമ്പോൾ ഞങ്ങൾ ബർദുബായിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ കുറച്ച് ആൾക്കാർ അവിടെ നിന്നിട്ട് റെസ്റ്റ് ചെയ്ത് കൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഗോൾഡ് സൂക്കിൻ്റെയും ബർദുബായിൻ്റെ ഒരു എൻട്രൻസ് ഉണ്ട്. ആ എൻട്രൻസിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകാം. എൻട്രൻസിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കുറച്ച് നേരമൊക്കെ അതിനൊക്കെ ചുറ്റിയും പറ്റിയൊക്കെ നിന്നു. പിന്നെ ഈ കാണുന്ന പോക്കറ്റിനൊക്കെ സ്പൈസസുകളാട്ടോ. സ്പൈസസുകൾ തന്നെ പലതരത്തിലുണ്ട് ബർദുബായിൽ. എന്തൊക്കെയാണ് ഗാവൻറ്റി, എല്ലാം കുനാഫ, അങ്ങനത്തെ. ഇതാണ് ബർദുബായി നമ്മൾ തുടങ്ങാൻ പോകണം. അപ്പോൾ ബിൽഡിങ്ങുകളൊക്കെ ഈ ബിൽഡിങ്ങത്തെ തന്നെ ബിൽഡിങ്ങുകൾ കാണണം. അപ്പോഴാണ് കുറച്ച് ചട്ടിയും പാത്രമൊക്കെ അവിടെ വെക്കണുണ്ട്. ചട്ടിയും പാത്രം എന്നല്ല, എല്ലാ തുണികളും എല്ലാ സാധനങ്ങളും ഉണ്ട് അവിടെ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പെണ്ണുങ്ങൾ ഈ ഡാൻസ് ആടാൻ നിന്നുള്ളതല്ലേ, അങ്ങനത്തെ ഈ പിരിവിരിയാനിട്ടുള്ളത് ഇതൊക്കെയല്ല ഡ്രസ്സ്. അപ്പോൾ കുറച്ച് കറൻസി എടുത്താലേ നമുക്ക്. അപ്പോൾ കറൻസി ഇപ്പോൾ ഇതാണ് UAE പഴയ കറൻസി ഉള്ളത്. അപ്പോൾ കറൻസിയൊക്കെ ഇത് കണ്ടപ്പോൾ ഭയങ്കര ഒരു രസമൊക്കെ തോന്നി. കാരണം എന്താ വെച്ചാൽ പഴയ ദുബായിൻ്റെ കറൻസിയൊക്കെ. അപ്പോൾ ഇത് വേറൊരു പഴയ ബിൽഡിങ്ങാണ്. അപ്പോൾ നേരെ പോയത് ദുബായ് പഴയ മ്യൂസിയത്തിൽ കാണും. പഴയ മ്യൂസിയം എന്ന് പറഞ്ഞാൽ ബർദുബായിലെ പഴയ മ്യൂസിയം, ദുബായിലല്ല കേട്ടോ, ബർദുബായിലെ പഴയ മ്യൂസിയത്തിലേക്ക് പോയത്. അപ്പോൾ കുറച്ച് നേരം കുട്ടികളവിടെ കളിച്ചും കൊണ്ട് കണ്ട് കുറച്ച് ആൾക്കാർ നേരെ ഞങ്ങൾ ഉള്ളോട്ട് പോയി. അപ്പോൾ ഉള്ളോട്ട് പോയപ്പോൾ അവിടെയാണ് രാജാവിൻ്റെ പണ്ടത്തെ കാലത്തുള്ള സ്റ്റാച്ചു ഒക്കെ, ഈ നരിയും കണ്ടിയും കണ്ട സാധനങ്ങളും പുലിയൊക്കെ, പിന്നെ അവർ യുദ്ധം ചെയ്തിരുന്ന കാലത്തിലെ പ്രതിമകളൊക്കെ എല്ലാം ഉണ്ട്. പക്ഷെ കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ കാണാൻ രസമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കാണാൻ തന്നെ ഭയങ്കര രസമുണ്ട്. പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ കണ്ടിട്ട് തന്നെ കുറേ ആൾക്കാർ അവിടെ വീഡിയോ എടുക്കുന്നുണ്ട്. കുറേ ആൾക്കാർ ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബർദുബായി ഇങ്ങനെ നീണ്ടു നിൽക്കുന്നുണ്ട്, കാണാനും രസമായി. പിന്നെ കുറച്ച് സ്പൈസസുകൾ കണ്ടു. ഇത് വേറെ തരം സ്പൈസസ് ആണ്. ബാക്കി വീഡിയോ നാളെ കേട്ടോ.